എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഹീറ്റ് പമ്പ് ഡ്രയറിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. അതായത് ഇത് നമ്മുടെ പാവയ്ക്ക ഉണക്കിയതാണ്. സാധാരണഗതിക്ക് ഇത് ഉണങ്ങിയ പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മളത് പാവയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ട് പഴയ പോലെ ആയേക്കണതാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണക്കിയ പ്രൊഡക്റ്റ് വെള്ളത്തിലിട്ടപ്പോൾ പഴയ പോലെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഹീറ്റ് പമ്പ് ഡ്രയർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ 2 മെഷീൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് കാണുന്നത് സാറാസിൻ്റെ തന്നെ സാധാരണ ഡ്രയറാണ്. നമ്മൾ ചൂട് കാറ്റ് കൊടുത്ത് ഉണക്കുന്ന സാധാരണമായ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രയർ. ഈ അടിയിൽ കാണുന്നത് ഹീറ്റ് പമ്പ് ഡ്രയറാണ്. ഇതിൽ ഉണക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ ഇതുപോലെ പഴയ ഫോർമാറ്റിലേക്ക് എത്തുകയുള്ളൂ. ഇത് ഉണക്കിയിട്ടുള്ള കണ്ടീഷനാണിത്. അടുത്തേക്ക് വന്നു ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. ഇത് ഉണക്കിയതും ഇത് നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഉള്ള അതിൻ്റെ കണ്ടീഷനുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെന്താണ് ഈ സിസ്റ്റം, എന്താണ് ഈ ടെക്നോളജി എന്ന് പറയണതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പരമാവധി എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ സാധാരണ ഡ്രയറാണ്. ഇതിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഇത് നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ളതാണ്. അപ്പോൾ കൂടുതൽ കണക്റ്റ് ആവും ഞാൻ പറയുന്നത്. ഇത് സാറാസിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ്. 8 ഡ്രയറുടെ ഒരു ഡ്രയറാണ്. ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ട്. ഇതിൽ നമ്മൾ ചൂട് കൂട്ടിയും കുറച്ചൊക്കെ നമ്മൾ വെക്കും. ഇതിൽ അതിൻ്റെ ടൈമറാണ്. പിന്നെ അതിൻ്റെ എമർജൻസി ഓഫും ഹീറ്റർ കോയിൽ ഓണുകളൊക്കെയാണ് ബാക്കി സ്വിച്ചുകൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, സാധാരണ ഡ്രയറിലുള്ള കാര്യങ്ങളാണ്. ഇതിലെന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ആപ്പിള്, പഴം, മത്തങ്ങ, ബീട്രൂട്ട് ഇങ്ങനത്തെ ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണക്കാൻ വെക്കുമ്പോൾ ഇതൊരിക്കലും റീഹൈഡ്രേറ്റ് ആവില്ല. അതായത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് പഴയ പോലെ ആയ പോലെ ഇതിൻ്റെ അകത്ത് ഉണക്കിയ പ്രൊഡക്റ്റുകൾ അങ്ങനെ തിരിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള നമ്മുടെ എയർ എടുക്കും. ആ എയറിനെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അത് ചുമ്മാ അതിൻ്റെ പോർസുകൾ അടച്ച് കളയാണ് ബേസിക്കലി ഉണ്ടാവണേ. ചൂട് കാറ്റ് കൊടുത്ത് ഉണക്കുന്നു, അത്രേ ഉണ്ടാവുന്നുള്ളൂ. വെയിലത്തൊക്കെ ഉണക്കുന്ന പോലെ തന്നെ. ഈ ഹീറ്റ് പമ്പ് ഡ്രയറിൽ അങ്ങനത്തെ അല്ല സിസ്റ്റം വരണേ. ഹീറ്റ് പമ്പ് ഡ്രയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്തുള്ള എയറിനെ തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും ചൂടാക്കിക്കൊണ്ടിരിക്കണേ. ഈ എയർ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പോഞ്ച് പോലെയാവും. സ്പോഞ്ച് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഇതിൻ്റെ അകത്തുള്ള എയറിന്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ മെറ്റീരിയൽ ഇട്ടു, പാവയ്ക്ക് ഇതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്കയിൽ നിന്ന് ഈ ജലാംശം ഇത് ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുക്കും. എന്നിട്ട് അത് സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും ഇതിൻ്റെ തന്നെ കളിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പൊതുവേ എല്ലാവരും ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഈ ഡ്രയറിനെ തന്നെയാണ്. നോർത്തിലൊക്കെ ഡ്രയറുകളുടെ ഡീഹൈഡ്രേറ്റർ എന്ന് തന്നെയാണ് പറയുക. ഇത് ഹീറ്റ് പമ്പ് ഡ്രയറാണ്. ഹീറ്റ് പമ്പ് എന്നാണ് ആ വാക്ക് വരുന്നത്. അതിൽ മാത്രമാണ് ഈ പറഞ്ഞ ടെക്നോളജി പ്രാവർത്തികമായിട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇത് റീഹൈഡ്രേറ്റ് ചെയ്യണം കാണിക്കാൻ പോവാണ് ഓരോ പ്രൊഡക്റ്റുകളും. അപ്പോൾ ഓരോ ഗ്ലാസ്സുകൾ ഓരോ പ്രൊഡക്റ്റുകൾ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് റീഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളറോ അതിൻ്റെ ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും മാറില്ല. നിങ്ങൾ പാവയ്ക്ക് ഉണക്കി കഴിഞ്ഞാൽ കയ്പ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ മാങ്ങ, പുളിയുള്ള മാങ്ങ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട്, ഉണക്കിയതിന് പുളി വരില്ല. തിരിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ പുളിയും ആ കളറും അങ്ങനെ നിൽക്കുക. ആ പച്ച കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ പിന്നെ ഒരു കാര്യം, ചെറിയ ചൂട് തന്നെ മതി. ഇതിൽ വലിയ ചൂട് കയറ്റിയിടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഉള്ള എയറിനെ വീണ്ടും വീണ്ടും ചൂടാക്കണ കാരണം 35 ഡിഗ്രി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൂട് ഇതന്നെ കൊടുത്തോളും. നമുക്ക് ഒരിക്കലും ഈ ഡ്രയറിൽ 35 ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവില്ല. ഇതിൽ പക്ഷേ 35 ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് മാങ്ങയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇട്ട് വെക്കണം. ഇപ്പോൾ ഇതൊക്കെ ഉണങ്ങിയത് തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാം. ഈ ഉണങ്ങിയത് ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്. ഇത് രണ്ടാമത്തെ മധുരക്കിഴങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെയാവും. ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇപ്പോൾ ഈ കളറും കാര്യങ്ങളും നോക്കണ്ട. ഇത് പഴയ ക്യാരറ്റായിട്ട് വരും കുറച്ച് നേരം കഴിയുമ്പോൾ. ഓക്കെ, ഇതൊക്കെ ആപ്പിളാണ്. കുറച്ച് ഞങ്ങൾ സ്ലൈസ് ചെയ്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊരു ട്രയൽ അടിസ്ഥാനമായ കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലൈസിങ് അല്ല. ഇത് ബീട്രൂട്ടുകളാണ്. ബീട്രൂട്ടിൻ്റെ ഒക്കെ നമ്മളൊരു ട്രയൽ നോക്കിയപ്പോൾ തന്നെ വെള്ളത്തിലിടുമ്പോൾ തന്നെ ഇതിൻ്റെ കളറുകൾ നഷ്ടപ്പെടാത്ത കാരണം അപ്പം തന്നെ കളറുകൾ വരണ കാണാൻ പറ്റും. ബീട്രൂട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ പാവയ്ക്ക് ഓൾറെഡി നമ്മൾ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് ഓൾറെഡി പഴയ പോലെ ആയതാണ് ഇട്ടുള്ളൂ. അതിൻ്റെ ഇത് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളൊരു എക്സാമ്പിൾ കാണിക്കാൻ. ഇതിപ്പോൾ വെള്ളം കുടിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ കപ്പപ്പ് ഇട്ട് കഴിഞ്ഞാൽ, കൈപ്പയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി കിടക്കുകയുള്ളൂ. മുക്കി കഴിഞ്ഞാലും മേലോട്ട് തന്നെ നിൽക്കുകയുള്ളൂ. വെള്ളം കുടിക്കുന്തോറും ഇത് അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇതിപ്പോൾ ആപ്പിളാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ കുടിച്ച് എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ വെള്ളം റീഹൈഡ്രേറ്റ് ചെയ്ത കാരണം അടിക്ക് ഇറങ്ങിയേക്കണേ. ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതേ പഴയ ടെക്സ്ചറിലേക്ക് എത്തിയേക്കുന്നതാണിത്.
ഉണക്കിയത് ഈ സംവിധാനത്തിൽ ഉണക്കി വെച്ചത്. ഇത് പഴയ ക്യാരറ്റ് പോലെ തന്നെ ആയേക്കുന്നത്. ഉണക്കിയതിന് ഈ ടെക്സ്ചർ വരില്ല. ഇതിപ്പോൾ ഉണക്കിയതാണ്. ഭയങ്കര സ്ലൈസ് ആയിട്ട് ആയിട്ടാണ് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഇത് പുതിയ ക്യാരറ്റാണ്. അത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ബീട്രൂട്ടിൻ്റെയൊക്കെ കളറ് അത്രയും നഷ്ടപ്പെടാത്ത കാരണമാണ് ഈ വെള്ളത്തിന് തന്നെ ബീട്രൂട്ടിൻ്റെ കളർ ഇറങ്ങും അപ്പം തന്നെ. ഇത് കളർ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അത് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ വെള്ളം മാത്രം കാണാം, നിങ്ങൾക്ക് കളർ മാത്രമായിട്ട് വരണ കാണാം. മറ്റേതിൽ കളർ കിട്ടില്ല. നമുക്ക് ബീട്രൂട്ട് ഉണക്കി സാധാരണ ഇത്രയും കളർ വരില്ല. ഓക്കെ. അപ്പം ഇത് രണ്ടുമാണ് ഈ മെഷീനുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരണേ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ കൂടെയാണ് ഈ വെള്ളം ഡ്രെയിൻ ഔട്ടായിട്ട് പോവുക. ഓക്കെ. ഇതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് 16 ട്രേകളാണ് ഉണ്ടാവുക ഹീറ്റ് പമ്പിൻ്റെ കാര്യത്തിൽ. 16 ട്രേയിൽ ഇതാണ് ട്രേ സൈസ് വരണേ. ഈ ട്രേ സൈസിലാണ് നമ്മൾ സാധനങ്ങൾ വെക്കുക. ഓക്കെ. അപ്പോൾ ഹീറ്റ് പമ്പിനെ പറ്റിയും ഈ ഒരു ഡ്രൈയിങ് മെത്തേഡിനെ പറ്റിയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.